ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ കരിമീൻ പൊള്ളിച്ചത് ഉണ്ടാക്കാൻ പോവാണ്. അതെ, അയാൻ പറഞ്ഞതുപോലെ നമ്മൾ കരിമീൻ പൊള്ളിച്ചത് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് വീട്ടിൽ കരിമീൻ പൊള്ളിച്ചത് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കാശ്മീരി ചില്ലി, കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് അതിന് വേണ്ടുന്ന ബാറ്റർ തയ്യാറാക്കുകയാണ് കേട്ടോ. അതായത് നമ്മൾ ആദ്യം കരിമീനെ ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഇത് പൊള്ളിക്കുന്നത്. കരിമീൻ ഫ്രൈ ചെയ്യുന്നതിനുള്ള ബാറ്ററാണ് ഇപ്പോൾ തയ്യാറാക്കുന്നത്. ഇത് തയ്യാറാക്കി കഴിഞ്ഞ ശേഷം നമ്മളിത് കരിമീനിലേക്ക് നന്നായി കഴുകി വരഞ്ഞ് വെച്ചിട്ടുള്ള കരിമീനിലേക്ക് നന്നായി തേച്ച് പിടിപ്പിക്കണം. ഇനി നമുക്ക് പാൻ എടുത്തിട്ട് പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ കരിമീൻ ഫ്രൈ ചെയ്ത് എടുക്കണം. ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സൈഡിലേക്ക് നമ്മൾ മറിച്ചിട്ട് കൊടുത്തു. ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഇത് പൊടിഞ്ഞു പോകാതെ കൂടി സൂക്ഷിക്കണം കേട്ടോ. ഇനി നമുക്ക് അതേ പാനിൽ തന്നെ നമുക്ക് പൊള്ളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗ്രേവി തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു ഇടത്തരം സവാളയാണ് എടുത്തിട്ടുള്ളത്, ചെറുതായി എരിഞ്ഞതും. പിന്നെ ഒരു 8 ചുവന്നുള്ളി ഉണ്ടായിരുന്നു, നല്ല അത്യാവശ്യം വലിപ്പമുള്ള ചെറിയുള്ളിയായിരുന്നു, അത് ചെറുതായി എരിഞ്ഞത്. 3 പച്ചമുളകും എല്ലാം കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തു. പിന്നെ ഇതിന് ഇടയ്ക്ക് ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി കുറച്ച് ചേർത്തായിരുന്നു, കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിരുന്നു. പിന്നെ തക്കാളിയും കൂടി ഇട്ട് വഴറ്റിയിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തത് എനിക്ക് മിസ്സായി പോയി. അപ്പോൾ അതെല്ലാം എടുത്തതിന് ശേഷം ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് വാഴയില നന്നായി ഒന്ന് വാട്ടിയെടുക്കുകയാണ്. ഈ വാഴയില വാട്ടിയതിലാണ് നമ്മളിനി കരിമീൻ വെച്ച് പൊള്ളിക്കാൻ പോകുന്നത്. അപ്പോൾ വാഴയിലയൊക്കെ വാട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിനിടയ്ക്ക് നമ്മൾ വഴറ്റിയെടുത്തിരുന്ന ആ ഗ്രേവിക്കുള്ള സാധനങ്ങൾ ചൂടാറി കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് ഒരുപാട് അരഞ്ഞു പോകണ്ട, എങ്കിൽ കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതായത് ക്രഷ് ചെയ്തല്ല, അരച്ചെടുക്കണം. ഒരുപാട് അരയണ്ട, കുറച്ചരഞ്ഞാൽ മതി. ഇനി അത് നമ്മളിതുപോലെ വാഴയില വെച്ചിട്ട് നടുക്ക് വേറൊരു വാഴയില പീസ് വയ്ക്കുന്നത് നമ്മളിത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇത് നന്നായി 2 സൈഡിലും കരിമീനിൽ തേച്ച് പിടിപ്പിച്ചിട്ട് വാഴയില പൊതിഞ്ഞ് വാഴനാര് വെച്ച് തന്നെ ഒന്ന് കെട്ടിയും കൂടി എടുക്കാൻ വേണമെങ്കിൽ. അപ്പോൾ ഇത് തുറന്നു പോകില്ല. എന്നിട്ട് ഇത് നമുക്ക് പാനിൽ വെച്ചിട്ട് പൊള്ളിച്ചെടുക്കാം. പാനിലേക്ക് ഒരല്പം ഓയിൽ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഒരുപാടില്ല, കുറച്ച്. ഇനി നമ്മൾ പൊള്ളിക്കാനുള്ള കരിമീനെ ഇതിലേക്ക് വാഴയിലയിൽ പൊതിഞ്ഞത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആദ്യം ഒരു സൈഡ് നന്നായി പൊള്ളി വന്നപ്പോൾ ഞാൻ അടുത്ത സൈഡ് കൂടി മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സൈഡും നല്ല പാകത്തിന് പൊള്ളി വെന്ത് വന്നു കഴിയുമ്പോൾ നമുക്കത് അടുപ്പിൽ നിന്ന് വാങ്ങാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചില്ല ഇത് ഇത്ര സക്സസ് ആകുമെന്ന്. ആദ്യമായിട്ട് ചെയ്തപ്പോൾ ഇത് എങ്ങനെയാണെന്ന് നമുക്ക് അത്ര വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് ചെയ്ത് വന്നപ്പോഴത്തേക്കും നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ ചെറുനാരങ്ങ നീര് കൂടി ഒഴിച്ചിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ് കേട്ടോ. ഇത് ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല സ്പൈസി ആയിരുന്നു, ആ ഗ്രേവിയൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമുക്ക് വീട്ടിലിത് പരീക്ഷിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തേക്കണേ. ഓക്കെ, താങ്ക് യു.